അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ അറിവ് പങ്കുവെക്കുവാൻ അവസരം ഒരുക്കി തന്ന സംസ്ഥാന സർക്കാരിനോടും പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പിനോടും ആയതിൻ്റെ സംഘാടകരോടും നന്ദി രേഖപ്പെടുത്തുന്നു. സമയപരിമിതി മൂലം എല്ലാ സെക്ഷനും കവർ ചെയ്യാൻ സാധിക്കുകയില്ല. ആയതിലുള്ള ഖേദം ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. ഒരു കേസ് കണ്ടുപിടിക്കുമ്പോൾ ജൂറിസ്ഡിക്ഷൻ ആ അധികാര പരിധിയിലാണോ ആ ഓഫീസർക്ക് ജോലി ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കണം. അധികാര പരിധി ഉള്ള ആ ഉദ്യോഗസ്ഥന്റെ ഓഫീസ് ആണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതും കൃത്യമായി പരിശോധിക്കണം. ജൂറിസ്ഡിക്ഷൻ മാറി കേസുകൾ പിടിക്കുന്നത് കാരണം പലപ്പോഴും കേസുകൾ വെറുതെ വിട്ടു പോകുന്നത് കാണാം. മാത്രമല്ല മറ്റ് ഏജൻസികൾക്കും ഇങ്ങനെ കേസ് കണ്ടെടുക്കാനും ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ആരാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? എല്ലാ പ്രമാണങ്ങളും കോടതിയിൽ കൊടുക്കേണ്ട റെക്കോർഡ്സ്, അറസ്റ്റ് മെമ്മോ, സെർച്ച് ലിസ്റ്റ്, മഹസർ, ഈ രേഖകളിലൊക്കെ സാക്ഷികളും ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കും. ഈ സെർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആയതിന് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസും കോടതി മുമ്പാകെ ഹാജരാക്കുകയും വേണം. അദ്ദേഹം കൈപ്പറ്റി. മാത്രമല്ല സെർച്ച് ലിസ്റ്റിൽ ആരുടെ പ്രസൻസിലാണ് ഈ ബോഡി സെർച്ച് നടത്തിയത് എന്ന് മനസ്സിലാക്കി ആ പ്രസൻസ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും അതിൽ കൃത്യമായി സൈൻ ചെയ്തിരിക്കണം. മാൻഡേറ്ററി പ്രൊവിഷൻസ് കൃത്യമായി കംപ്ലൈ ചെയ്യണം. മുൻകൂട്ടി ഒരു വിവരം കിട്ടിയാൽ ആ വിവരം കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം. വിവരം രേഖപ്പെടുത്തുന്നത് പോലെ തന്നെ അത് മഹസറിലും കൃത്യമായി രേഖപ്പെടുത്തണം. വിവരം മാറി രേഖപ്പെടുത്താൻ പാടുള്ളതല്ല. ഒരേ വിവരം തന്നെയായിരിക്കണം രേഖപ്പെടുത്തുന്നത്. ആയത് സുപ്പീരിയർ ഓഫീസർ 72 മണിക്കൂറിനുള്ളിൽ അയച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ ഒപ്പും മേടിച്ച് കോടതി മുമ്പാകെ ഹാജരാക്കണം. സെക്ഷൻ 57 റിപ്പോർട്ട് ആണെങ്കിൽ അറസ്റ്റ് ആൻഡ് സീസർ റിപ്പോർട്ട് അത് ഡിറ്റക്ഷൻ ഓഫീസർ തന്നെ കൊടുക്കണം. അറസ്റ്റ് ആൻഡ് സീസർ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പൂർണ്ണമായും അറസ്റ്റ് ആൻഡ് സീസർ തയ്യാറാക്കിയിട്ട് സുപ്പീരിയർ ഒപ്പിട്ട് 48 മണിക്കൂറിനുള്ളിൽ സുപ്പീരിയർ ഒപ്പിട്ട് കോടതി മുമ്പാകെ ഹാജരാക്കേണ്ടത്. ഇതിന്റെ ടൈം 48 മണിക്കൂറാണ്. ഈ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ്, മുൻകൂട്ടി ഒരു വിവരം കിട്ടിയാൽ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ്, എനിക്ക് ഉത്തമ വിശ്വാസം വന്നു, ആയതിനാൽ ഞാൻ ഈ കാര്യത്തിലേക്ക് പുറപ്പെടുന്നു എന്നുള്ള ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് കൃത്യമായി ഹാജരാക്കേണ്ടതാണ് കോടതി. കൂടാതെ പലപ്പോഴും കാണുന്നത് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് റിപ്പോർട്ട് കിട്ടി, അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ വിവരം വെച്ച് ആണ് കേസ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ കാണാം. പക്ഷെ അത് ഒരു സർക്കുലറിൽ അബ്കാരി ആക്ടിന് മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് പറയുന്നതല്ലാതെ NDPS കേസുകളിൽ പ്രത്യേകിച്ച് ഒരു സർക്കുലറും ഇതുവരെ ഉണ്ടായിട്ടില്ല. NDPS കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും മറ്റൊരു
തന്ന വിവരമായിട്ട് പറയാതെയും ഇന്റലിജൻസ് ബ്യൂറോ അഥവാ കിട്ടിയതാണെന്ന് പറഞ്ഞാലും ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമില്ലാത്തതുകൊണ്ട് ആ വിവരങ്ങൾ കഴിയുന്നതും മഹസറിലും ഒക്കെ രേഖപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ചാൻസ് റിക്കവറിയാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചാൻസ് റിക്കവറിയിലാണ് കേസ് പിടിക്കുന്നതെങ്കിൽ മാൻഡേറ്ററി പ്രൊവിഷനായ സെക്ഷൻ 42 ഉൾപ്പെടെയുള്ളത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കഴിയുന്നതും ചാൻസ് റിക്കവറി വേണം കേസ് കണ്ടുപിടിക്കും. മാത്രമല്ല കേസ് എടുക്കുന്ന സമയത്ത് ഏത് സമയമാണോ ആ സമയത്ത് രാത്രിയാണെങ്കിൽ അഥവാ ഇനി രാത്രിയാണെന്നിരിക്കട്ടെ, രാത്രിയാണെങ്കിൽ സോഴ്സ് ഓഫ് ലൈറ്റ് കൃത്യമായി പറഞ്ഞിരിക്കും. ബിറ്റ്വീൻ സൺസെറ്റ് ആൻഡ് സൺറൈസ് ആണ് കേസ് കണ്ടെടുക്കുന്നതെങ്കിലും പ്രൈവറ്റ് വെഹിക്കിളിലോ അങ്ങനെയുള്ള വണ്ടിയിലോ ഒക്കെ കണ്ടെടുക്കുന്ന വരുന്നതിനാൽ ഒരു സെർച്ച് മെമ്മോ തയ്യാറാക്കി കോടതി മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. പൂർണ്ണമായിട്ടും അടുത്തത് 52A2 പ്രൊസീജിയേഴ്സ്. 52A2 പ്രൊസീജിയർ ഇപ്പം മാൻഡേറ്ററി ആണ്. ഒരു വെഹിക്കിളിൽ കോൺട്രബാൻഡും മറ്റ് കൺട്രോൾ സബ്സ്റ്റൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായും അതിൻ്റെ ഇൻവെന്ററി തയ്യാറാക്കണം. ആ ഇൻവെന്ററിയിൽ മജിസ്ട്രേറ്റ് സർട്ടിഫൈ ചെയ്ത് കിട്ടിയിരിക്കുകയും ആയതിലേക്ക് ആപ്ലിക്കേഷനും കൊടുക്കണം. കൂടാതെ ഫോട്ടോഗ്രാഫ്സും മജിസ്ട്രേറ്റ് സർട്ടിഫൈ ചെയ്ത് ഇൻവെന്ററി കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കും. ആയതിനു ശേഷം ആണ് ഡിസ്പോസൽ ഇതിലോട്ട് കേസ് പോകുന്നത്. ഈ ഡിസ്പോസൽ വരുമ്പോൾ അതിൻ്റെ അധികാരപരിധി ഇപ്പോൾ അതിൻ്റെ ഡിസ്പോസൽ കമ്മിറ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ കമ്മിറ്റിയാണ് കോൺഫിസ്കേറ്റ് ചെയ്ത സംഗതികൾ ഡിസ്പോസൽ ചെയ്യാൻ അധികാരമുള്ളത്. സെക്ഷൻ 41, 42, സെക്ഷൻ 50 തുടങ്ങിയ മാൻഡേറ്ററി പ്രൊവിഷൻസ് കൃത്യമായി കംപ്ലൈ ചെയ്യും. സെക്ഷൻ 50 ഒരു മജിസ്ട്രേറ്റിന്റെയോ അധികാരപ്പെടുത്തിയ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യം ആവശ്യപ്പെടാൻ നിയമപരമായ അവകാശം പറഞ്ഞു മനസ്സിലാക്കി കൂടാതെ ആ മനസ്സിലാക്കിയതിന് ശേഷം ഏത് റിപ്ലൈ ആണോ തരുന്നത്, സെക്ഷൻ 29 പ്രകാരം രണ്ടുപേരും കൂട്ടുത്തരവാദിത്തത്തോടെ, രണ്ടായിക്കോട്ടെ അധികം ആൾക്കാരുമായിട്ട് കൂട്ടുത്തരവാദിത്തത്തോടെയാണ് ഈ കോൺട്രബാൻഡ് കൊണ്ടു നടക്കുന്നതിന് ശ്രമിച്ചെന്നും ഉള്ളത് കൃത്യമായി പറയണം. മാത്രമല്ല സെക്ഷൻ 50 കംപ്ലൈൻസിൽ ഒരു കാരണവശാലും ജോയിന്റ് കമ്മ്യൂണിക്കേഷൻ പാടില്ല. ഓരോരുത്തരോടും പ്രത്യേകം പറയുകയും നോട്ടീസ് കൊടുക്കുകയും ആണ് ചെയ്യുന്നത്. അത് പ്രത്യേകം പറഞ്ഞു, ജോയിന്റ് കമ്മ്യൂണിക്കേഷൻ പാടില്ല, ശ്രദ്ധിച്ചു. സെക്ഷൻ 60, 61, 62 അനുസരിച്ച് കോൺഫിസ്കേറ്റ് ചെയ്യും. ആ കോൺഫിസ്കേഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഫിസ്കേഷൻ എന്ത് ചെയ്താലും സെക്ഷൻ 52A പ്രകാരം ഉള്ള പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 57 റിപ്പോർട്ട് പൂർണ്ണമായും
അറസ്റ്റ് ആൻഡ് സീസർ ഡിറ്റക്റ്റിംഗ് ഓഫീസർ തന്നെ കൊടുത്തിരിക്കും. സെക്ഷൻ 41 പ്രകാരം ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണ് സെർച്ച് ചെയ്യുന്നത്. അധികാര പരിധിയിലെ വ്യത്യാസങ്ങൾ 29 പ്രകാരം ജോയിന്റ് പാർട്ടീസിന് കൂട്ടുത്തരവാദിത്തോടെ ആണ് ഇത് ചെയ്തത് അല്ല ഈ കേസ് നടത്തിയത്, അത് പൂർണ്ണമായും പറഞ്ഞിരിക്കും. കട്ടപ്പനയിലെ ഒരു ഹാഷ്ട്രോൽ കേസിൽ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ ബോഡി സെർച്ചിന്റെ സാന്നിധ്യം വഹിക്കാൻ വരാഞ്ഞത് കാരണം വെറുതെ വിട്ടുപോയി. എപ്പോഴും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ എന്ന് ഉദ്ദേശിക്കുന്നത് അധികാരപ്പെടുത്തിയ എംപവേർഡ് ഉദ്യോഗസ്ഥനായിരിക്കും. അത് കസ്റ്റംസ്, എക്സൈസ്, ഇങ്ങനെ സെക്ഷൻ 42 പ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അതിന്റെ കോമ്പിറ്റൻസി കണക്കിലെടുത്ത് വെറുതെ വിടും. അതുപോലെ ചെടി കേസുകൾ പലപ്പോഴും വെറുതെ വിടാനുള്ള സാധ്യത കൂടുതൽ. ഒരു ഒന്നാമത്തെ പൊസഷൻ സർട്ടിഫിക്കറ്റ് പല കേസിലും കൃത്യമായി കാണുക, ഈ പ്രതിയുടെ കൈവശത്തിലായിരിക്കണം ഈ സ്ഥലം എന്ന് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളും കാണാതെ വരും. അങ്ങനെ വരുമ്പോൾ ആ കേസുകളും വെറുതെ വിട്ടുപോകും. കൂടാതെ കോട്ടയത്ത് കഴിഞ്ഞ ഒരു കേസിനകത്ത് വിട്ടുപോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു കഞ്ചാവ് ചെടി ആണ് ഉണ്ടായിരുന്നത്. ഒരു കഞ്ചാവ് ചെടിയുടെ കൂട്ടത്തിൽ മറ്റ് ചെടിയുടെ കൂട്ടത്തിലായിരുന്നു ഈ കഞ്ചാവ് നിന്നെന്ന് പറഞ്ഞ് ആ ചെടിച്ചട്ടിയിലെ ബാക്കിയുള്ള ചെടികളുമായിട്ട് കോടതിയിൽ ഹാജരായി. മെൻസ്രിയെ തെളിയിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹം ഈ കഞ്ചാവ് ചെടി വളർത്തിയെന്ന് എങ്ങനെ തെളിയും? മറ്റൊരു ചെടിയുടെ കൂട്ടത്തിൽ മാത്രം ഇത് വളർന്നതായിരുന്നു. അങ്ങനെ കേസുകൾ വെറുതെ വിട്ടു പോകുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ചാൻസ് റിക്കവറി കേസ് പിടിച്ചെങ്കിൽ മേലുദ്യോഗസ്ഥന്മാര് മുൻകൂട്ടി കിട്ടിയ വിവരമാണെന്ന് ഒക്കെ പത്രസമ്മേളനം മുഖാന്തരം ഒക്കെ പറയാറ്. അതൊക്കെ പിന്നീട് ഡിഫൻസിൽ കോടതി മുമ്പാകെ ഹാജരാക്കുമ്പോൾ പ്രോസിക്യൂഷൻ ബുദ്ധിമുട്ട് നേരിടുന്നു. അടുത്തതായി സാമ്പിളിംഗ് പ്രൊസീജിയർ പറയുന്നത്. കോടതിയിൽ വേണം സാമ്പിൾ എടുക്കാൻ. ആ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ തന്നെ വേണം കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിലേക്കായിട്ട് അയച്ചു കൊടുക്കുന്നത്. ഈ റെപ്രസെന്റേറ്റീവ് സാമ്പിള് കോടതി മുമ്പാകെ എടുക്കുമ്പോൾ അതിന്റെ ഫോട്ടോസും മജിസ്ട്രേറ്റ് സർട്ടിഫൈ ചെയ്ത് തരാം. അത് കാരണം തന്നെ ഫോർവേഡിംഗ് നോട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിച്ച് ഫോർവേഡിംഗ് നോട്ട് തയ്യാറാക്കിയിട്ട് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ അയക്കുന്നതിന്റെ ഫോർവേഡിംഗ് നോട്ട് ആയിരിക്കണം തയ്യാറാക്കും. അതിൽ മജിസ്ട്രേറ്റിന്റെ ഒപ്പ് കാണണം, ഡിറ്റക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്റെയും അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയ ഉദ്യോഗസ്ഥന്റെയും ഒപ്പുകൾ രേഖപ്പെടുത്തി. വാഹനവും കൺട്രോൾഡ് സബ്സ്റ്റൻസും കോൺഫിസിക്കേഷനിലേക്ക് ഡിസ്പോസൽ കമ്മിറ്റിയിൽ എടുക്കുന്നതിലേക്കായി തയ്യാറാക്കണം. ആയതിന് ഇൻവെന്ററി തയ്യാറാക്കണം. വാഹനവും കൺട്രോൾ സബ്സ്റ്റൻസും എല്ലാം ഈ ഇൻവെന്ററി തയ്യാറാക്കിയിരിക്കും, ഇൻവെന്ററിയിൽ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊസീജിയറിലോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സെക്ഷൻ 67 പ്രകാരം
നോട്ടീസ് അയച്ചു കൊടുത്ത് സാക്ഷിയുടെ മൊഴിയെടുക്കുമ്പോൾ നോട്ടീസ് അയച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ സാക്ഷികളുടെ മൊഴിയെടുക്കാവൂ. ആ മൊഴി ഒരിക്കലും അത് സൈൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണമെന്നില്ല. NDPS നിയമപ്രകാരം ഒരു സൈൻഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് സെക്ഷൻ 53A പ്രകാരം വേണം ആ മൊഴികൾ രേഖപ്പെടുത്താൻ. സൈൻഡ് സ്റ്റേറ്റ്മെന്റ് സാക്ഷി സൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 53A ആണ്, ഒരിക്കലും 67 അല്ല. ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ തന്നെ ആ സാക്ഷിമൊഴിക്ക് കൂടുതൽ വിലയുണ്ട്. ഇനിയും ആ സാക്ഷി അഥവാ മരണപ്പെട്ടു പോയാലും ആ മൊഴി തെളിവിൽ സ്വീകരിക്കാവുന്ന 53A പ്രകാരം. സെക്ഷൻ 67 പ്രകാരം എടുക്കുന്ന സ്റ്റേറ്റ്മെന്റിന് കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിന്റെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. അത് തെളിവിലോട്ട് പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ പറ്റുന്നതല്ല. സെക്ഷൻ 67 പ്രകാരം പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആയതിന് മറ്റ് തെളിവും കൂടെ ഉപഭോക്തമായ മറ്റ് തെളിവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കൊറാബറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ തെളിവിന് പ്രസക്തി ഉണ്ടായിരിക്കത്തുള്ളൂ. കൂടാതെ NDPS കേസുകളിൽ മഹസ്ര തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ റിക്കവറി മഹസ്റിന്റെ അധികാരപ്പെടുത്തിയ സ്ഥലത്ത് വെച്ചാണ് ഈ കോൺട്രബാൻഡ് മൊത്തവും കണ്ടുപിടിച്ചത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി. പലപ്പോഴും കുറച്ച് സാധനം അവിടുന്ന് കിട്ടി, ആ അറിവിന്മേൽ പോയി അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന് രഹസ്യ വിവരമൊക്കെ കൊടുത്ത് ബാക്കി ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്ത് സെർച്ച് മെമ്മോയും കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ പ്രത്യേക മഹസ്രം തയ്യാറാക്കി. അങ്ങനെ മാൻഡേറ്ററി പ്രൊവിഷൻസ് എല്ലാം പാലിച്ചാൽ NDPS കേസിലെ മൊത്തത്തിലും ശിക്ഷിക്കപ്പെടും പ്രതികൾ. അങ്ങനെ പാലിച്ച് എടുക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.